അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത് മസ്ജിദുൽ ഫുതൂഹിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ബി എ പി മുസ്ലിയാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളോട്, തിരുശേഷിപ്പിനെ ഇഷ്ടമുള്ള ബറക്കത്തെടുക്കുന്ന അദ്ദേഹത്തിന് അനുയായികളോട്, മുജാഹിദുകളോടോ ജമാഅത്തെ ഇസ്ലാമിക്കാരോടോ പുത്തൻവാദികളെയൊന്നും അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകളോട് ഈ റബീഉൽ അവ്വൽ 12 ആദ്യത്തെ തിങ്കളാഴ്ച നോളജ് സിറ്റിയിൽ വെച്ചുകൊണ്ട്, മസ്ജിദുൽ ഫുതൂഹിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ തിരുകേശം, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുകേശമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ബറക്കത്തെടുക്കുന്ന ആളുകളിൽ നിന്ന് ഉസ്താദിന് കിട്ടി. ആ ഉസ്താദിന് കിട്ടിയ ആ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഉസ്താദ് അത് മുക്കിയ വെള്ളം ഫ്രീ ആയിട്ട് ഉസ്താദ് കൊടുക്കും. ഒരു നയാ പൈസ പോലും ഉസ്താദ് അതിൻ്റെ പേരിൽ വാങ്ങിയിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ അനുയായികളോട് ഈ തിരുകേശം മുക്കിയ പുണ്യജലം നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം, അത് ബഹുമാനത്തോടുകൂടി സൂക്ഷിക്കണം എന്ന് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അനുയായികളോട് എ പി ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഒരു കാര്യം കൂടിയും പറഞ്ഞു. എന്ത്? അത് 1/2 സെൻറ്റിമീറ്ററോളം, അതായത് 1/2 മീറ്റർ അല്ല കേട്ടോ, മുജാഹിദുകൾ ആരോപിക്കുന്ന പോലെ 1 മീറ്റർ ഒന്നല്ല, 1/2 സെൻറ്റിമീറ്ററോളം ഇത്ര അല്പം അത് വളർന്നിട്ടുണ്ട് എന്ന് അതിൻ്റെ സന്തോഷം എ പി ഉസ്താദ് ആ അനുയായികളോട് പങ്കുവെച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ എ പി ഉസ്താദ് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷെയർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും, അതുപോലെ റൗള ഷരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ, അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വിരല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്, വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. എത്ര കൃത്യമായാണ് ഉസ്താദ് പറഞ്ഞത് നോക്കൂ. ഇവിടെ നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ, ഇപ്പോൾ നിമിഷപ്രയുടെ വിഷയത്തിൽ തന്നെ എ പി ഉസ്താദിനെ അംഗീകരിക്കാത്ത ആളുകൾ പോലും എ പി ഉസ്താദിൻ്റെ പ്രവർത്തനം കൊണ്ട് ആശീർവാദം പറയുകയാണ്. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ലൊരു ഇമേജിനാണ് ഉസ്താദ് നിൽക്കുന്നത്. എന്നിട്ട് പോലും ഉസ്താദിനറിയാം ഈ വിഷയം സമൂഹത്തോട് പറഞ്ഞാൽ എതിർപ്പുകൾ ഉണ്ടാവാം. കാരണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരുശേഷിപ്പ് അല്പം നീണ്ടു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വസിച്ചുകൊള്ളണമെന്നില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിൽ നിന്ന് അല്പം പൊടി കിട്ടിയെന്ന് പറഞ്ഞാലും എല്ലാവരും ചിലപ്പോൾ യുക്തിവാദികളും മറ്റുള്ള ആളുകൾ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അതേപോലെ തിരുകേശം അല്പം നീണ്ടു എന്ന് പറഞ്ഞാലും പൊതുസമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. എന്നിട്ട് പോലും ഉസ്താദ് ജനങ്ങളിലേക്കല്ല തിരിഞ്ഞു നോക്കുന്നത്. ഉസ്താദ് ജനങ്ങൾ ഉസ്താദിനെ അംഗീകരിച്ചാലും ഉസ്താദിനെ എതിർത്ത് പറഞ്ഞാലും ശരി, സത്യം സമൂഹത്തോട് തുറന്നു പറയുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എ പി ഉസ്താദ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇത് ഇങ്ങനൊരു സംഭവം ഉസ്താദിന് പറയാതിരുന്നാൽ മതി. എന്നിട്ട് പോലും ഉസ്താദ് പറഞ്ഞത് എന്താണ്? ജനങ്ങളെ പ്രശംസയല്ല ഉസ്താദ് ആഗ്രഹിക്കുന്നത്, ഉസ്താദ് ഉള്ള സത്യം പോലെ സമൂഹത്തോട് പറയുക. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത്, വഹാബികളെ, നിങ്ങൾക്ക് എന്തിനാണ് ഗുരു പൊട്ടുന്നത്? നിങ്ങൾ എന്തിനാണ് എ പി ഉസ്താദിനെ എതിർക്കുന്നത്? എ പി ഉസ്താദിൻ്റെ കയ്യിലുള്ള ഒരു തിരുകേശം വളർന്നത് എ പി ഉസ്താദ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എ പി ഉസ്താദ് പറയാൻ എ പി ഉസ്താദിന് അവകാശമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, റഫീഖ് സലഫി, ഹുസൈൻ സലഫി, നിങ്ങൾ എ പി ഉസ്താദിൻ്റെ കയ്യിലുള്ള തിരുകേശം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പോകട്ടെ, ലോകത്തുള്ള ഏതെങ്കിലും ഒരു തിരുകേശം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ലോകത്ത് ഒരു തിരുകേശവും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് എവിടെയും തിരുകേശമില്ല എന്നതാണ്. അപ്പോൾ റഫീഖ് സലഫി അതിനെ പരിഹസിക്കുന്നുണ്ട്. ഉസ്താദ് 1/2 മീറ്ററോളം 1/2 സെൻറ്റിമീറ്ററോളം വളർന്നു എന്ന് പറഞ്ഞതിനെ കുതിര കയറുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സെന്റിമീറ്റർ വലുതായിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇത് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നില്ലല്ലോ, ഇയാളുടെ അനുയായികള്. ഇയാൾ പറയുന്ന ഈ കണക്കനുസരിച്ച് 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ ഇയാൾ കൊണ്ടുവന്ന മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് വാദത്തിന് സമ്മതിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് അത് വേർപെട്ടിട്ട് 1500 കൊല്ലായില്ലേ? അത് ഇങ്ങനെ നീളാണെങ്കിൽ എത്ര കിലോമീറ്റർ നീളും? അല്ലയോ റഫീഖ് സലഫി, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി? 40-45 വയസ്സായില്ലേ റഫീഖ് സലഫി? നിങ്ങൾ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ ഏകദേശം ഒരു 15-20 വയസ്സ് വരെ നിങ്ങൾ എത്ര വളർച്ച വളർന്നു? പിന്നെ ഒരു ഏകദേശം ഒരു 18 വയസ്സായപ്പോൾ നിങ്ങളെ വളർച്ച നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ 45 വയസ്സായി. അപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് വളർന്നതുപോലെ വളരുകയാണെങ്കിൽ ഇന്നൊരു തെങ്ങ് പോലെ നിങ്ങൾ വളരണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വളരുന്നില്ല? അപ്പോൾ ഈ റഫീഖ് സലഫി, ഈ നീളം വെക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. അല്ലാതെ ഇതിങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഇത് നീളുകയാണെങ്കിൽ എത്ര കിലോമീറ്ററോളം നീളണം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 45 വയസ്സായില്ലേ? നിങ്ങൾ കുട്ടിക്കാലത്ത് നീളം വെച്ച് നോക്കുക, നിങ്ങൾ എത്രത്തോളം ഒരു തെങ്ങ് വരെ നിങ്ങൾ നീളണ്ടേ? റഫീഖ് സലഫി, നിങ്ങൾ എന്താ നീളാത്തത്? അപ്പോൾ റഫീഖ് സലഫി പഠിച്ചു വെച്ചോ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുകേശം നീണ്ടു എന്ന് പറഞ്ഞാൽ അത് കിലോമീറ്ററോളം നീണ്ടു, അല്ലാതെ മലപ്പുറത്തുനിന്ന് കോഴിക്കോട് വരെ നീണ്ടു എന്നൊക്കെ വിഡ്ഢിത്തരം പറയരുത്. അത് കുറഞ്ഞ ദിശയിലൊക്കെ നീണ്ടു എന്ന് വെക്കാം. അതാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? വഹാബികൾ റസൂലുള്ള സാധാരണ മനുഷ്യനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ അറബി പയ്യനാണ് എന്ന് വരെ നിങ്ങളെ മുജാഹിദ് മൗലവിമാർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റസൂലിൽ പൂർണ്ണമായ വിശ്വാസമില്ല, റസൂലുള്ളാഹിൻ്റെ തിരുശേഷിപ്പിൽ പൂർണ്ണമായ വിശ്വാസമില്ല. ഇന്ന് അസ്രത്ത് ബാൽ മസ്ജിദിൽ റസൂലുള്ളാഹി തങ്ങളുടെ തിരുകേശമുണ്ടല്ലോ, വെല്ലൂർ ബാക്കിയാത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരുകേശമുണ്ടല്ലോ. നിങ്ങൾക്ക് അപ്പം നിങ്ങൾ എവിടെ തിരുകേശമുണ്ടെങ്കിൽ അത് നിങ്ങളത് അംഗീകരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കൃത്യമായി പറയാനുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ചില കേശങ്ങൾ വളരും. അതിൻ്റെ അർത്ഥം ഒരുപാട് കിലോമീറ്ററോളം വളരുമെന്നല്ല. ഉസ്താദിൽ നിന്ന് ഈ തിരുകേശം അല്പം ചെറിയൊരു കഷ്ണം ഉസ്താദിൻ്റെ കയ്യിൽ കിട്ടി. അത് ഉസ്താദ് കൊണ്ടുവച്ചപ്പോൾ അതിലേറെ കുറഞ്ഞ് അതിന് വലിപ്പം വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മഹത്വമാണ്. സാധാരണ നിങ്ങൾ നോക്കൂ, സാധാരണ ഒരാളുടെ മുടി കേശം അല്ലെങ്കിൽ ഒരാളുടെ മുടി എടുത്തു വെച്ചാൽ അത് വളരുകയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കേശങ്ങൾ അങ്ങനെ അത്ഭുതമുണ്ട് എന്ന് AP ഉസ്താദ് മാത്രമല്ല പറയുന്നത്. അപ്പോൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ, നിങ്ങൾക്ക് കാണാതെ ഇന്ത്യ രാജ്യത്തെ പണ്ഡിതനല്ല, വിദേശത്തിലുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് അദ്ദേഹം തിരുകേശം നീളം കൂടി കണ്ടത് അദ്ദേഹം വിവരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. شعر رسول الله صلى الله عليه وسلم شيء غريب عجيب رأيناه وحصرناه وشاهدناه بأعيننا أنه ينمو. شعر رسول الله ما زال ينمو. تحطها كده تلاقيها اتشعبت وطالت. فالشعرة بتتقسم 2 وكل واحدة منهم بعد كده بتتقسم 2. ده رأيناه بأعيننا أن شعر رسول الله ينمو. يا حبيب الله صل عليه. എത്ര കൃത്യമായിട്ടാണ് ആ പണ്ഡിതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം വളർന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കിളിപ്പണ്ടിയിലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം നീണ്ടത് അദ്ദേഹം കണ്ടു എന്ന്. വഹാബികളെ, നിങ്ങൾ കേൾക്കണത്. അപ്പോൾ AP ഉസ്താദ് മാത്രമല്ല, AP ഉസ്താദിൻ്റെ കയ്യിലുള്ള തിരുകേശം മാത്രമല്ല നീണ്ടത്. വിദേശത്തിലുള്ള റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പങ്കുവെച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം നീണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം അതിന് തെളിവുകൾ വരെ കൃത്യമായി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ചിലത് അങ്ങനെ നീളും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കണം. വഹാബികൾ പരിഹസിക്കും പോലെ കിലോമീറ്ററോളം നീളുമെന്നല്ല, അല്പം ചില നീളങ്ങൾക്ക് ചില തിരുകേശങ്ങൾ വെച്ചേക്കാം. ഇതിന് എന്താണ് തെളിവ്? മുസ്ലിമീങ്ങൾക്ക് എന്താണ് തെളിവ്? മുസ്ലിമീങ്ങൾക്ക് അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ ഇമാമികൾ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി അബ്ദുൽ ഗനി നാബൽസി എന്ന ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ജവാഹിറുൽ ബിഹാർ എന്ന ഗ്രന്ഥത്തിൽ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ ഫോട്ടോ കോപ്പി കൃത്യമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അദ്ദേഹം അതാ പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ചില തിരുകേശങ്ങൾ അദ്ദേഹം കണ്ടു. ആരാ കണ്ടത്? അബ്ദുൽ ഗനി നാബൽസി ഇമാമാണ് കണ്ടത്. യൂസുഫ് നബഹാനി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ. ഇത് ഒരു AP ഉസ്താദ് മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ തിരുകേശം നീണ്ടത് കണ്ടത്. നേരത്തെ ഞാൻ വിദേശത്തുള്ള പണ്ഡിതനെ നിങ്ങൾക്ക് കേൾപ്പിച്ചെന്നു. ഇനി ഇതാ AP ഉസ്താദൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്
ബഹുമാനപ്പെട്ട അബ്ദുൽ ഖനിയ്യ് നാബൽസി ഇമാം ഇന്ത്യ രാജ്യത്ത് തന്നെ അദ്ദേഹം തിരുകേശം കണ്ടത് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇബാറത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങൾ നോക്കൂ. അന്നഹാ തതൂലു വയതവല്ലദു മിൻഹാ ശുഅബുൻ വൈരിഹാ കുല്ലു ദാലിക ലൈസ ബിഅജീബ്. എത്ര കൃത്യമായിട്ടാണ് അബ്ദുൽ ഖനിയ്യ് നാബൽസി ഇമാം പറയുന്നത്. അന്നഹാ തതൂലു, ഞാൻ ആ തിരുകേശം കണ്ടു, അത് അല്പം വയതവല്ലദു മിൻഹാ ശുഅബുൻ, അത് അല്പം നീളം വെക്കുന്നുണ്ട്, ശാഖകൾ കുറഞ്ഞ ശാഖ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചില കേശങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കേശമല്ല കേട്ടോ. റസൂലുള്ളാഹി തങ്ങളെ കേശങ്ങളിൽ നിന്ന് ചില കേശങ്ങൾക്ക് അല്പം നീളം വെക്കാം, ശാഖകൾ പൊട്ടാം. ഇതൊക്കെ ഇമാമിങ്ങൾ ഉദ്ധരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വിശ്വാസികളായ സഹോദരങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട AP ഉസ്താദ് സമൂഹത്തോട് പങ്കുവെച്ചത് തിരുകേശ അല്പം നീണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി മുൻകാലത്തെ ഇമാമികൾ രേഖപ്പെടുത്തിയതാണ്. ജവാഹിറുൽ ബിഹാർ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഖനിയ്യ് നാബൽസി ഇമാം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ വിദേശത്തുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തിരുകേശം നീണ്ടത് കണ്ടത് ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പിട്ട് കാണിപ്പിച്ചു തന്നു. ഇതൊക്കെ കൃത്യമായിട്ട് ലോകത്ത് നടക്കുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അനുയായികളോട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അനുയായികളോട്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അനുയായികളോട്, വഹാബികളോടല്ല, വഹാബികളോട് മർക്കസിലേക്ക് വരാൻ AP ഉസ്താദ് നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ AP ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക്, ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആ കൃത്യമായിട്ട് ഉസ്താദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറയുന്ന ആ തിരുകേശം, നബിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് പോരുന്ന ആ തിരുകേശം ഉസ്താദിൻ്റെ കയ്യിൽ കിട്ടി. അത് കൃത്യമായി ഉസ്താദ് അതിൻ്റെ ബർക്കത്ത് ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. ഒരു നയാ പൈസ പോലും അത് വാങ്ങിയിട്ടില്ല. ഒരാളേക്കൊന്നും ഒരു രൂപയും വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് ഉസ്താദ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഹാബികളായ ആളുകൾ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കും. അതിനെ നാം തിരിഞ്ഞു നോക്കേണ്ടതില്ല. വഹാബികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്തുനബി തങ്ങൾ ആസാറ് ലോകത്ത് എവിടെയും ഇല്ല എന്ന് പറയുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.